സ്ത്രീകള് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, ആ മഹാത്മാഗാന്ധി പിറന്ന ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം സന്ദർശിച്ചപ്പോൾ ആ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ പൗരന്റെ മുമ്പിൽ വന്നത് തലയിൽ തട്ടമിട്ട പറുത്ത ധരിച്ച സഹോദരിമാര് വന്ന് രാഷ്ട്രപതിയുടെ മുമ്പിൽ കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാഷ്ട്രപതിയെ, അല്ലയോ സാർ, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ സ്വസ്ഥമായി ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് തോക്ക് വേണം, ഞങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങൾക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞ് ഒരുപക്ഷം ഗുജറാത്തിലെ പെണ്ണന്മാര് ചെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് തട്ടമിട്ട ഈ സമുദായത്തിലെ പെണ്ണന്മാരുണ്ടല്ലോ, പർദ്ദ ധരിച്ച ഈ സമുദായത്തിലെ പെണ്ണന്മാരുണ്ടല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് മുമ്പാകെ തന്നെ പൊട്ടിക്കരഞ്ഞപ്പോൾ അതിവിടെ വാർത്തയായില്ല. ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ 10-13 വയസ്സുള്ള പാവപ്പെട്ട പെൺകുട്ടികള് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഇന്ത്യ രാജ്യത്ത് വാർത്തയായില്ല. ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ഭർത്തമാരടികളാലും നിറഞ്ഞോ, ഗുജറാത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടത് കാലികളായിരുന്നു, ഗുജറാത്തിലെ മോനം നഷ്ടപ്പെട്ടത് കന്നുകാലികളുടെ ആയിരുന്നു. വളരെ ഗൗരവപൂർവ്വം ചോദിക്കുകയാ. ഇത് പറയുമ്പോൾ തീവ്രവാദം, ഇത് പറഞ്ഞാൽ ഭീകരവാദം. മുസ്ലിം സഹോദരിമാര് ബലാത്സംഗം ചെയ്യപ്പെട്ട കഥ പറഞ്ഞാൽ അത് തീവ്രവാദം. മുസ്ലിം സഹോദരിമാരുടെ മാനം കവർന്ന കഥ പറഞ്ഞാൽ അത് ഭീകരവാദം. അല്ലാതെ പള്ളികൾ തകർക്കപ്പെട്ടത് പറഞ്ഞാൽ അത് ഭീകരവാദം. മുസ്ലിം ചെറുപ്പക്കാരെ തളച്ചപ്പെട്ടത് പറഞ്ഞാൽ അത് ഭീകരവാദം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ഭീകരവാദികൾ ഇവിടെ അരങ്ങ് തകർക്കുമ്പോൾ ഈ എംബാസികളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് നമ്മൾ മതേതരവാദികളാണ് എന്നുള്ള ചന്ദ്രഗതിഭാഗം മാത്രമയുന്നു. അങ്ങനെയുള്ള ഗതികേട് മുസ്ലിം സമുദായത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോ നമ്മൾ തന്നെ പറയും, നിങ്ങൾ തന്നെ ചിലപ്പോൾ പറയുന്നത് പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് വിളിച്ചു പറയുന്നത് എന്റെ ഭാര്യ ഉപദ്രവിച്ചത് തെറ്റായി പോയി എന്ന് പറയുന്നത് തീവ്രവാദം, എന്റെ സഹോദരിയുടെ മാനം കവർന്നത് തെറ്റായി എന്ന് പറയുന്നത് തീവ്രവാദം. നമ്മുടെ സഹോദരിയല്ലേ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ക്രൂരമായ മാനഭംഗത്തിന് വിധേയമാക്കപ്പെട്ടത് നമ്മുടെ സഹോദരിമാരാണ്. അവിടെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടത് നമ്മുടെ സഹോദരിമാരാ. അള്ളാഹുവിന്റെ റസൂൽ മുസ്ലിം സമുദായത്തെ ഉപമിച്ചതെങ്ങനെ? ഒരു ശരീരത്തോടാണ്. ആ ശരീരത്തിന്റെ ഒരു അവയവത്തിന് ബുദ്ധിമുട്ട് വന്നാൽ ശരീരം മുഴുവൻ വേദനിക്കുമെന്നാ പ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ പെങ്ങന്മാരുടെ മാനം പോകുന്നത് പോലെ തന്നെയല്ലേ അവരുടെ മാനം പോയത്? നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കൺമുമ്പിലിട്ടുകൊണ്ട് ഒരുത്തം പീഡിപ്പിച്ചു തന്നാൽ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയോ സഹോദരന്മാരെ? അതുപോലെയല്ലേ ഗുജറാത്തിലെ മജ്ജയും മാംസമുള്ള മുസ്ലിം ചെറുപ്പക്കാരന്റെ മുമ്പിലിട്ടുകൊണ്ട് അവന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയവർ ഇന്നിവിടെ വാഴ്ത്തപ്പെട്ടവന്മാരായി മാറുന്നു. അവരിതിനെ വർത്തമാനം പറയുന്നവർ രാജ്യദ്രോഹികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്നു. അങ്ങനെ ചിത്രീകരിച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം മതപ്രഭാഷണ വേദിയിൽ ഞാനിത് പറയും. ഇഷ്ടമില്ലാത്ത സംഘാടകര് അടുത്ത വർഷം എന്നെ വിളിക്കുന്ന എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ പറയാനുള്ളത് പറയാതെ ഇങ്ങോട്ട് വിഴുങ്ങിക്കൊണ്ട് പോയാൽ ഏതിന് വന്ന് കാലാമുക്കാബില പാടിക്കൊണ്ടങ്ങ് പോകാൻ യഥാർത്ഥ ഒരു മുസ്ലിമിനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പടച്ചവന്റെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മൂസ, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? മൂസാ നബിയോട് അള്ളാഹു ചോദിക്കുക. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഖുർആനെ നീ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. ഞാൻ സദാ എന്റെ ചിന്തയിൽ ആരാ? നീ മാത്രമേ ഉള്ളൂ. നിന്റെ ചിന്തയിലാ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാ. നിന്റെ ചിന്തയില്ലാതെ ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിലില്ല. പിന്നെ എന്തുകൊണ്ടാ റബ്ബേ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞപ്പോൾ പടച്ചവൻ മൂസാ നബിയോട് ചോദിച്ചു, മൂസ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്നാ ഞാൻ ചോദിച്ചത്. അപ്പോഴും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടിയില്ല. മൂസാ നബി കരയാ. വീണ്ടും അല്ലാഹു ചോദിച്ചു, മൂസ നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? കലീമുല്ലാഹി മൂസാക്ക് മറുപടിയില്ല. അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നീ നിസ്കരിക്കുന്നത് എന്തിനാ? നിന്നിലുള്ള ബാധ്യതയാ. നീ തസ്ബീഹ് ചൊല്ലുന്നതും ദിക്ർ ചൊല്ലുന്നതും ഒക്കെ എന്തിനാ?
സ്വർഗത്തിൽ നിനക്ക് പ്രത്യേകമായ അനുഭൂതി കിട്ടാനാ. എന്നാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് നിന്നോട് ഞാൻ ചോദിച്ചത്. നീ ആക്രമിക്കപ്പെട്ടവരെ സഹായിച്ചോ മൂസ? അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന സൽക്രമമാണ്. ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുക, അവനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്ന അമലാണ്. എനിക്ക് വേണ്ടി ചെയ്യുന്ന അമലാണ് മൂസാദ്. ആക്രമിക്കപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കൽ, ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കൽ എനിക്ക് വേണ്ടി ചെയ്യുന്ന അമലാണ് മൂസ. നീ ദരിദ്രന് ഭക്ഷണം കൊടുത്തോ മൂസ? അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന അമലാ മൂസ. നീ വസ്ത്രമില്ലാത്തൊരു വസ്ത്രം കൊടുത്തോ മൂസ? അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന അമലാ മൂസ. 5 നേരം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോടുള്ള ബാധ്യത തീർന്നില്ല. നോമ്പ് പിടിച്ചു എന്നതുകൊണ്ട് അള്ളാഹിനോടുള്ള ബാധ്യത തീർന്നില്ല. ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹിനോടുള്ള ബാധ്യത തീർന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടവരാണ് ആക്രമിക്കപ്പെട്ടവരോട് നാട്ടിൽ പ്രഖ്യാപിക്കുക, അവരെ സഹായിക്കുക. അവരുടെ രോദനം കേൾക്കുമ്പോ ഞാൻ മതേതരവാദിയാണ്, ഞാൻ ഇതിനെതിരെ ഒന്നും പറയൂലേ എന്ന് പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു പോകൽ ഒരു യഥാർത്ഥ മനുഷ്യന്റെ, യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ചര്യല്ല. ഇത് ആരുടെ വിഷയത്തിലായാലും, നമ്മുടെ ചുറ്റുപാടുള്ള മുസ്ലിം സമുദായത്തിൽ പെടാത്ത ഹൈന്ദവ സഹോദരൻ നമ്മുടെ അടുത്ത് താമസിക്കുക, അവരെ അന്യായമായി ഒരാൾ ഉപദ്രവിച്ചു, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ, ഒരു മുസ്ലിം ഈ നാട്ടിൽ ജീവിക്കുന്നു എങ്കിൽ ആ മുസ്ലിം മാത്രമല്ല രക്ഷപ്പെടേണ്ടത്. നമ്മുടെ ചുറ്റുമുള്ള ഹിന്ദു ആണെങ്കിൽ അവൻ രക്ഷപ്പെടണം, ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ രക്ഷപ്പെടണം, അവനെ രക്ഷപ്പെടുത്തണം. ഒരു ഹിന്ദു സഹോദരിയെ മാനഭംഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ മാനമാരെങ്കിലും കവരാൻ വന്നാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ആ പെൺകുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത മുസ്ലിമിനുണ്ട്. ഹിന്ദുവല്ലേ, ഹിന്ദു പെണ്ണല്ലേ, ഉള്ള ആനം പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നിന്നാൽ നമ്മൾ പ്രവാചക ചര്യയ്ക്ക് വെളിയിൽ പോകും. ആണ് ഇസ്ലാമിന്റെ നിയമം. ഏത് മതമായാലും ജാതിയായാലും ഒരാളോടും അന്യായമായി പെരുമാറാൻ ഇസ്ലാം പറയുന്നില്ല. ഓരോ പള്ളിയിലെ ഖത്തീബന്മാര് മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോ വെള്ളിയാഴ്ച എന്ത് പറഞ്ഞുകൊണ്ടാ ഇറങ്ങുന്നത്? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അത് പറഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങുന്നുണ്ടാ? ഇവിടെ ചില സംഘടനകളൊക്കെ പറയുന്നത്, ചില സംഘടനകൾ തീവ്രവാദ സംഘടനകളായ ചില സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ പേരെടുത്തൊന്നും പറയത്തില്ല, പേരെടുത്ത് പറയാൻ പേടിയുള്ളത് കൊണ്ടല്ല. ഇത്രയും സുന്ദരമായ ഈ സദസ്, അള്ളാഹുവിന്റെ മലായികത്തീങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ ഈ സദസ്സിനകത്ത് വെച്ച് ശൈത്താൻ കൂട്ടായ്മയുടെ പേര് പറഞ്ഞ് ഈ സദസ്സിനെ മലീനസപ്പെടുത്തല്ല എന്ന ഉദ്ദേശത്തോടുകൂടെ ഇവിടെയുള്ള ചില തീവ്രവാദ സംഘടനകളുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ സംഘടനകളൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിൽ വെള്ളിയാഴ്ച തീവ്രവാദത്തിന് ഹത്യവന്മാർ ആഹ്വാനം ചെയ്യുന്നത്. മദ്രസയിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്താ? തീവ്രവാദമാ. ഉസ്താദേ, രാവിലെ വന്നിട്ട് കുട്ടികൾക്ക് തീവ്രവാദവും ഭീകരവാദവും ബോംബുണ്ടാക്കുന്ന എങ്ങനെ, മിസൈൽ ഉണ്ടാക്കുന്നത് എങ്ങനെ, അതുപോലെ കളരിപ്പയറ്റ് എങ്ങനെ, ജൂഡോ ഇങ്ങനെ, കരാട്ട ഇങ്ങനെ. ഉസ്താദിന് പോലും ശരിക്കും മേലം നനങ്ങാത്തോണ്ട് നടക്കാൻ പോലും പറ്റാതെ പ്രഷറും ഷുഗറും ഒക്കെ കൂടിയിരിക്കുക. അപ്പോ ഇവര് പറഞ്ഞു വരുത്തുന്നത് മദ്രസയിലെ കായികാഭ്യാസം കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്നാണ്. ഉസ്താദെങ്കിലും രാവിലെ ഒരു മണിക്കൂർ നടന്നിരുന്നെങ്കിൽ ഉസ്താദിന്റെ ഷുഗറും പ്രഷറുമെങ്കിലും ഒന്ന് പോയേനെ. അപ്പൊ അതുപോലും ചെയ്യാതെ ഇരിക്കുന്ന ഉസ്താദന്മാരാണ് ഇത് കുട്ടികൾക്ക് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയിൽ. ഈ രീതിയിലുള്ള പ്രകടനമാണ്. വെള്ളിയാഴ്ച പള്ളികളിൽ ഭീകരവാദമാണ് പ്രസംഗിക്കുന്നത്, തീവ്രവാദമാണ് പ്രസംഗിക്കുന്നത്. ഓരോ പള്ളിയിലെ ഖത്തീബന്മാരും മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞുകൊണ്ടിറങ്ങുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവരോടും നീതി പുലർത്തുക, നീതി കാണിക്കുക. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു ഇമാമ് മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. നമ്മൾ ചിന്തിക്കണം, ലോകത്ത് സകല മനുഷ്യർക്ക് നന്മ ചെയ്യണമെന്നാണ് ആര് പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അള്ളാഹു തന്നെ പറഞ്ഞതെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചിട്ടില്ല. അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയാ, ലോകങ്ങൾക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക്, ഇവിടെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക്, ഇവിടുത്തെ ജൈനന്, ഇവിടുത്തെ ബുദ്ധന്, ഇവിടുത്തെ പാഴ്സിക്ക്, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, സകല മനുഷ്യർക്കും അനുഗ്രഹമായിട്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അയച്ചിട്ടില്ല.
എല്ലാ മനുഷ്യരെയും നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാ അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു അയച്ചത്. അങ്ങനെയുള്ള മഹത്തായ പ്രത്യയശാസ്ത്രത്തിന്റെ അനുയായികൾ ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരുടെ മാനം കവരുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഇവിടെ ഒരു വിഷയമായില്ല, ചർച്ചയുണ്ടായില്ല. അന്ന് ഒരു പെണ്ണിന്റെ പിന്നെ ഒരു നിയമവും വന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു സംഭവം ഉണ്ടാക്കുക, ആ പെണ്ണിന്റെ പേരിൽ ഒരു നിയമം വരിക. വരട്ടെ, ഇനിയെങ്കിലും ബാക്കിയുള്ള പെങ്ങന്മാരെങ്കിലും രക്ഷപ്പെടുമല്ലോ, സന്തോഷമുള്ളൂ. അങ്ങനെ ഒരു നിയമം വന്നൊരു സ്ത്രീകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തിയാൽ, പക്ഷേ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഏത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയാൽ അതൊന്നും ഇവിടെ ചാലാവൂല, അതൊന്നും ഇവിടെ ശരിയാകൂല. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ടത് ആരാ? സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും ബക്കറ്റിൽ നിക്ഷേപിച്ച് ഈ പരിപാടി വിജയപ്രദമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണം. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ കഴിയൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഉപാധി അംഗീകരിച്ചാലല്ലാതെ സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതത്വം കിട്ടൂല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? പെണ്ണെ, നിനക്ക് സുരക്ഷിതത്വം വേണോ? നിനക്ക് സുരക്ഷിതത്വം വേണമെങ്കിൽ നിന്റെ ശരീരത്തിന്റെ നിറത്തെ തടയുന്ന വസ്ത്രം നീ ധരിക്കണം. ശരീരത്തിന്റെ നിറത്തെ തടയുന്ന വസ്ത്രം നീ ധരിച്ചുകൊണ്ട് നടന്നാൽ നിനക്കെന്താകും? നിനക്ക് സുരക്ഷിതത്വം ലഭിക്കും. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞപ്പോൾ ഇന്ന് വലിയ അവാർഡ് മേടിച്ച് അവാർഡ് ജേതാവായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒത്തിരിയേറെ കവിതകളും കവിതാ സമാഹാരങ്ങളും ഒക്കെ എഴുതിക്കൂട്ടി എന്നിവിടെ ഗവൺമെന്റിന്റെയൊക്കെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്ന സുഗതകുമാരിയെ പോലെയുള്ള ആളുകള് ഒരിക്കൽ പറഞ്ഞതെന്താണെന്നറിയോ? ഇസ്ലാം പെണ്ണിനെ അടുക്കളയിൽ അടച്ചിടുന്നു, പർദ്ദയിൽ കുഴിച്ചു മൂടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നത്. മുസ്ലിം പെണ്ണിനോട് പർദ്ദയിടാൻ ഇസ്ലാം പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണെന്ന്. അതിന് കുടപിടിച്ചുകൊണ്ട് കുറെ മുസ്ലിം പെണ്ണുങ്ങളും ഇവരോടൊപ്പം ഇറങ്ങി. അവര് പറഞ്ഞു ഇസ്ലാം ഹനിക്കുന്നു, സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും രംഗത്ത് വന്നു. എന്നാൽ പെണ്ണിനിവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുത്തത് ആരാ? മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളാ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനം തുടങ്ങുന്ന കാലത്ത് അറേബ്യയിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? ഈ ലോകത്തെ പെണ്ണിന്റെ അവസ്ഥ എന്താ? അവിടെ പിറന്നു വീഴുന്നൊരു പെണ്ണാണെങ്കിൽ അഭിമാനത്തിന്റെ പേരിൽ ആ പെണ്ണിനെ കുഴിച്ചു മൂടപ്പെടുന്ന കാലഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പിറന്നു വീഴുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പിറന്നു വീഴുന്ന ഘട്ടത്തിൽ പിറന്നു വീഴുന്നത് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടുന്ന സന്ദർഭം, അഭിമാന ക്ഷതമേൽക്കുന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്നവർ കണ്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് പ്രവാചകൻ പിറന്നു വീഴുന്നത്. നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നുകൊണ്ടൊരു സഹാബി, ഒരു മനുഷ്യൻ വന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ദഹിയത്തുൽ ഖൽബി എന്ന പേരുള്ള ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇസ്ലാമിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ചെയ്തു പോയ ഒത്തിരിയേറെ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ എനിക്ക് പുറത്തു തരുമോ, പുറത്തു കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ദഹിയത്തുൽ ഖൽബി ചോദിക്കുകയാ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകള് അത് പുറത്തു കിട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ. പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പല്ലേ ആ തെറ്റ് അല്ലാഹു പുറത്തു തരുമെന്ന് പറയുന്ന മാത്രയിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. പ്രവാചകന്റെ ചെവിയിൽ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അർശിനെ പോലെ പിടിച്ചു കൊടുക്കുമാർ വലിയ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാ, ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അർശിനെ പോലും പിടിച്ചു കുലുക്കുമാർ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയേ. പ്രവാചകനോട് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ ആ തെറ്റെന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ദഹിയത്തുൽ ഖൽബിയോട് ചോദിച്ചു, ദഹിയത്തുൽ ഖൽബി, അല്ലാഹുവിന്റെ അർശ് പോലും വിറച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു തെറ്റ്
താങ്കൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ തെറ്റാ എന്താണെന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ കൽബി റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, എന്റെ ഭാര്യ ഇങ്ങനെ തുടർച്ചയായി പെൺകുഞ്ഞുങ്ങളെ മാത്രം പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു നബിയേ. എന്നാൽ പിറന്നീടവിടെ തന്നെ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയാൽ അപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഒരു ശീലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്.